എംപതി മാപ്പിംഗ് എന്നൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അതിൻ്റെ ഒരു ചെറിയൊരു ഡെഫിനേഷൻ നിങ്ങൾ സ്വയമായിട്ട് കണ്ടെത്തുക. എംപതി മാപ്പിംഗ് എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് എൻക്വയറി ആയിട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ചെയ്യുന്നത് റോങ് ആയിട്ടുള്ളൊരു പ്രപ്പോസലായിരിക്കാം പലപ്പോഴും. അതായത് തായ്ലാൻഡ് ചോദിക്കുന്നു, ഓക്കെ നമ്മുടെ കയ്യിലുള്ള 4 നൈറ്റിൻ്റെയും 3 നൈറ്റിൻ്റെയും 6 നൈറ്റിൻ്റെയും പാക്കേജാണ് നമ്മൾ ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ കസ്റ്റമറുടെ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് അവരെന്ത് പർപ്പസിനാണ് പോകുന്നത്. അതായത് ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു കപ്പിൾസിന് നമുക്ക് ഒരിക്കലും ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു പ്രപ്പോസൽ കൊടുത്താൽ ശരിയാവില്ല. ഫോർ എക്സാമ്പിൾ ഒരു 64-70 ഏജ്ഡ് ആയിട്ടുള്ളൊരു കപ്പിൾസാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ വാട്ടർ ബില്ലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അതൊരു ഭയങ്കര ഒരു പാനിക്കായിട്ട് ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു രീതിയിൽ ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറെ പർപ്പസ് മനസ്സിലാക്കുക. ഈ പർപ്പസ് മനസ്സിലാക്കണമെങ്കിൽ കറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. എന്തിനാണ് അവർ പോകുന്നത്? ഹണിമൂണാണോ, അല്ലെങ്കിൽ ഫാമിലി കുട്ടികളായിട്ട് എൻജോയ്മെൻറ്റിനാണോ, അല്ലെങ്കിൽ ഒരു പിൽഗ്രിം പർപ്പസിനാണോ, അങ്ങനെ ഒരു രീതിയിലാണോ അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ എൻ്റർടൈൻമെൻ്റ് ആണോ? ഈ ചോദ്യം നമ്മൾ ചോദിച്ചാൽ മാത്രമേ അവർ പറയുള്ളൂ. അതിനനുസരിച്ച് അപ്പോൾ നിങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ ചോദിച്ച് അപ്പോൾ അവർ റിപ്ലൈ കേട്ടു, ഓക്കെ ഞങ്ങൾ ഹണിമൂണിനാണ് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു പാക്കേജ് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അതല്ലാതെ വന്നിട്ട് നമ്മൾ റോങ് ആയിട്ടുള്ള ഒരു പ്രപ്പോസലാണ് കസ്റ്റമറിന് അയച്ചു കൊടുക്കണമെങ്കിൽ ആൾക്കാരുടെ ഇമോഷൻസ് ആയിട്ട് ഈ പാക്കേജിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കലി അവർ നിങ്ങളുടെ അടുത്ത് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പ്രപ്പോസൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സാറ് പറഞ്ഞ പ്രകാരം ഉള്ളൊരു പാക്കേജാണ്, ഇത് ഹണിമൂണിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പാക്കേജാണ്. ഈ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ സാറിന് ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നൈറ്റ് ഇത്ര സമയമുണ്ട് അപ്പോൾ പുറത്തിറങ്ങി സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഈ പാക്കേജിൽ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ കപ്പിൾസിന് അത് എൻജോയ് ചെയ്യാൻ പറ്റും, ഫോട്ടോസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇമോഷൻ അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രപ്പോസൽ കൊടുക്കാൻ. അപ്പോൾ എംപതി മാപ്പിംഗ് എന്ന് പറയുന്നത് അവർ എന്ത് പർപ്പസിനാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അത് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ളത് ഓട്ടോമാറ്റിക്കലി ആ പാക്കേജ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ റൊമാൻറ്റിക്കോ ഫുക്കറ്റ് എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉണ്ട്, നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ശരിക്കും? അത് ഹണിമൂൺ കപ്പിൾസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ റൊമാൻറ്റിക്കോ ഫുക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹണിമൂൺ കപ്പിൾസ് ആയിക്കോട്ടെ, എന്ത് കപ്പിൾസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതേ പാക്കേജ് ഒരു 50 വയസ്സായ ആൾക്കും നമുക്ക് എന്ത് ചെയ്യാം, സെല് ചെയ്യാൻ പറ്റും. ഫാമിലി ഫുക്കറ്റ് എന്നാക്കി കഴിഞ്ഞാൽ ഇതേ പാക്കേജ് ഇതാണ് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ പ്രസൻറ്റിങ്ങിലാണ് കാര്യം. അപ്പോൾ ഈ ഇമോഷൻ നമ്മൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം, അവരുടെ പർപ്പസ് ചോദിച്ചറിഞ്ഞതിന് ശേഷം, സാർ ഇന്ന പോലെയാണ് സാർ പറഞ്ഞ പ്രകാരം ഇന്ന പോലെ നമ്മൾ പാക്കേജ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഇതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഈ സാറിൻ്റെ ഒരു റിക്വയർമെൻറ്റ് കണക്കിലെടുത്തിട്ട് ഞങ്ങൾ ഈ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഇമോഷൻ അതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു നെയിം ചേഞ്ച് ചെയ്യുന്നതിലൂടെ ആയിരിക്കാം അവർക്ക് ആ ഇമോഷൻ കണക്ട് ആവുന്നത്. പാക്കേജ് ഒന്നും മാറിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ കയ്യിലുണ്ട് ആ പാക്കേജ്, അതാളുടെ ക്വസ്റ്റ്യൻ അവരുടെ പർപ്പസ് മനസ്സിലാക്കി നമ്മൾ അയച്ചു കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യാൻ നോക്കുക.